ഹായ് നമസ്കാരം. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് തൂപ്പുകാരിയായിരുന്ന 49 വയസ്സ് പ്രായമുള്ള ചിറക്കൽ വീട്ടിൽ രാധ എന്ന സ്ത്രീ കോൺഗ്രസ് ഓഫീസിൽ കൊല്ലപ്പെട്ടു. 2014 ഫെബ്രുവരി 5 മുതൽ കാണാതായ രാധയുടെ മൃതദേഹം ഫെബ്രുവരി 10 ചുള്ളിയോട് ഉണ്ണിക്കുളത്ത് കുളത്തിൽ കണ്ടെത്തുകയായിരുന്നു. രാവിലെ മൃതദേഹം പുറത്തെടുത്ത് ഉച്ചയോടെ തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും വൈകുന്നേരത്തോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് സെക്രട്ടറിയും മന്ത്രി ആര്യടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗവുമായ നിലമ്പൂർ LIC റോഡിലെ ബിജിന വീട്ടിൽ ബിജു നായർ, സുഹൃത്ത് ചുള്ളിയോട് ഉണ്ണിക്കുളം കുന്നശ്ശേരിയിൽ ഷംസുദ്ദീൻ എന്നിവരെയാണ് CI AP ചന്ദ്രൻ അറസ്റ്റ് ചെയ്തത്. രാവിലെ 9 മണിയോടെ അടിച്ചുവാരാൻ എത്തിയ രാധയെ 10 മണിയോടെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ചാക്കിലിട്ട് മറ്റ് ചപ്പ് ചവറുകളുടെ കൂടെ ഷംസുദ്ദീന്റെ ഓട്ടയിൽ കൊണ്ടുപോയി കുളത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ആദ്യം പ്രതികൾ നൽകിയ മൊഴി. ഉണ്ണിക്കുളത്തെ കുളത്തെക്കുറിച്ച് ബിജുവിന് പറഞ്ഞുകൊടുത്തത് ഷംസുദ്ദീനാണ്. രാധയുടെ ആഭരണങ്ങൾ ഷംസുദ്ദീനിൽ നിന്നും കണ്ടെത്തി. രാധയുടെ വസ്ത്രങ്ങൾ കത്തിച്ചു കളയുകയും ചെരുപ്പ് ഉപേക്ഷിക്കുകയും മൊബൈൽ ഫോൺ സിം ഊരിയ ശേഷം പല ഭാഗങ്ങളാക്കി വലിച്ചെറിയുകയും ചെയ്തു. ടവർ ലൊക്കേഷൻ തിരിച്ചറിയാതിരിക്കാൻ മൊബൈൽ ഫോൺ അങ്ങാടിപ്പുറം വരെ കൊണ്ടുപോയതിനു ശേഷമാണ് കളഞ്ഞത്. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് സെക്രട്ടറിയും മന്ത്രി ആര്യടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗവുമായ നിലമ്പൂർ LIC റോഡിലെ ബിജിന വീട്ടിൽ ബിജു നായർ, സുഹൃത്ത് ചുള്ളിയോട് ഉണ്ണിക്കുളം കുന്നശ്ശേരിയിൽ ഷംസുദ്ദീൻ എന്നിവർ ഫെബ്രുവരി 2014 10 അറസ്റ്റിലായി. ബിജു നായർ 38 വയസ്സും ഷംസുദ്ദീൻ 29 വയസ്സുമായിരുന്നു പ്രായം. പ്രതികളായ ബിജു നായർ, ഷംസുദ്ദീൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത് CI AP ചന്ദ്രനാണ്. IGS ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അന്ന് പ്രഖ്യാപിച്ചു. ജനനേന്ദ്രിയത്തിൽ മുറിവുള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടെന്നും കൊല്ലപ്പെട്ടത് ബലാത്സംഗത്തിനിടെയെന്നും ഫെബ്രുവരി 11 മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ബലാത്സംഗം നടന്നതായി തെളിവില്ലെന്ന് IGS ഗോപിനാഥ് ഫെബ്രുവരി 16 വ്യക്തമാക്കി. ജനനേന്ദ്രിയത്തിലെ മുറിവിൻ കാരണം ചൂൽ കുത്തിക്കയറ്റിയതാണെന്നും പോലീസ് അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ